എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റയൽ മാഡ്രിഡിന്റെ ഇനി വരാൻ പോകുന്ന 2024-25 സീസണിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സീസൺ പ്രിവ്യൂ ആണ്. അതായത് റയൽ മാഡ്രിഡിന് ഇനി വരാൻ പോകുന്ന സീസണിൽ എത്ര ട്രോഫികൾക്ക് നേടാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു എംബാപ്പെ ടു റയൽ മാഡ്രിഡ് ട്രാൻസ്ഫർ എങ്ങനെയായിരിക്കും ഈ ഒരു ക്ലബ്ബിൽ പ്രതിഫലിക്കുക എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആ ഒരു സീസണിൽ റയലിന് എത്ര കപ്പുകൾ നേടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് എത്ര കോമ്പറ്റീഷനിൽ റയൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലാലിഗയിലാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ നിലവിലെ ടൈറ്റിൽ ഹോൾഡേഴ്സാണ് ലാലിഗയിൽ റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് സൂപ്പർ കോപ്പ ഡി എസ്പാനയാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ സൂപ്പർ കോപ്പ ഡി എസ്പാനയും റയൽ മാഡ്രിഡ് തന്നെയാണ്. അതുകൊണ്ട് ആ ടൂർണമെന്റിലും നിലവിലെ ടൈറ്റിൽ ഹോൾഡേഴ്സ് ആണ് ഈ ഒരു റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കോപ്പ ഡെൽ റേ ആണ്. കോപ്പ ഡെൽ റേ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ സ്വാഭാവികമായിട്ടും റയൽ മാഡ്രിഡ് ആ ഒരു കോപ്പ ഡെൽ റേ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ കോപ്പ ഡെൽ റേ നേടേണ്ടത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ സീസണിൽ ട്രബിൾസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ആ ഒരു ട്രോഫി എന്ന് പറയുന്നത് ആ ഒരു ഇതിലുള്ള ഏറ്റവും ആ ഒരു വാല്യൂ കുറഞ്ഞ ട്രോഫി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കോപ്പ ഡെൽ റേയാണ് കിട്ടായിരുന്നത് റയലിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ റയലിന് നേടാൻ പറ്റുന്ന മറ്റൊരു ട്രോഫി എന്ന് പറയുന്നത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആണ്. ചാമ്പ്യൻസ് ലീഗ് എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണുകളൊക്കെ കണ്ട കുറേ സീസണുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് അല്ല നമ്മൾ ഈ ഒരു സീസണിൽ കാണാൻ പോകുന്നത്. ഫോർമാറ്റും ആകെ മാറി ടീമുകളുടെ എണ്ണമൊക്കെ കൂടിയാണ്ടുള്ള ഒരു വേറെ ടൈപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സൂപ്പർ ലീഗിന്റെ മറിക്കത്തെ ഒരു ചാമ്പ്യൻസ് ലീഗാണ് നമ്മൾ കാണാൻ പോകുന്നത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ഫോർമാറ്റിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിലവിലെ ടൈറ്റിൽ ഹോൾഡേഴ്സ് ആണ്. കഴിഞ്ഞ മാസമാണ് റയൽ മാഡ്രിഡ് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവിലെ ടൈറ്റിൽ ഹോൾഡേഴ്സ് ആണ് റയൽ മാഡ്രിഡ്. അപ്പോൾ 4 ട്രോഫികൾ നമ്മൾ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്താ പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ കപ്പാണ്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, കഴിഞ്ഞ വർഷമൊന്നും ഈ ഒരു കപ്പ് ഇല്ലല്ലോ, അങ്ങനെ ഒരു ഇതുണ്ടാവും. ഈ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാൻ സിറ്റി കഴിഞ്ഞ വർഷം ക്ലബ് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് മുന്നത്തെ വർഷം റയൽ ക്ലബ് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ മുന്നത്തെ വർഷം ചെൽസി ക്ലബ് വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ക്ലബ് വേൾഡ് കപ്പിന്റെ പേര് മാറ്റി ആ ഒരു ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്നാക്കിയെന്നുള്ളൂ. ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് എന്നുള്ളത് വേറൊരു ടൂർണമെന്റ് ആയിങ്ങാണ്ട് ഒരു നമുക്കറിയാം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ വേൾഡ് കപ്പ് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ മോഡലിൽ 4 വർഷം കൂടുമ്പോൾ വരുന്ന ടൂർണമെന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പും. അങ്ങനെ അപ്പോൾ 2025 USA ആ ഒരു ടൂർണമെന്റ് നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുക. അപ്പോൾ അതിൽ ഇപ്പോൾ കുറച്ച് ക്ലബ്സൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ആ ഒരു ക്ലബ് വേൾഡ് കപ്പിന്റെ ഇതാണ് ഇപ്പൊ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ വരുന്നത് സൂപ്പർ കപ്പാണ്. ഈ ഒരു ഇത്രയും കപ്പുകൾ നേടാൻ, ഈ ഒരു 6 കപ്പുകൾ നേടാൻ റയൽ മാഡ്രിഡിന് ഈ ഒരു സീസണിൽ അവസരം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. പക്ഷെ റയൽ മാഡ്രിഡിന്റെ സ്ക്വാഡ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ സീസണിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്ലേയേഴ്സ് ലെഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ പ്ലേയേഴ്സ് ഇതിലേക്ക് ജോയിൻ ആയിട്ടുണ്ട്. പക്ഷെ ന്യൂ പ്ലേയേഴ്സ് വന്നത് ക്ലബിന്റെ ആ ഒരു ലെഫ്റ്റ് ആ പ്ലേയേഴ്സിനെ റിപ്ലേസ് ആക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ആണോ അങ്ങനെയാണ്. അതാണ് ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പം ലെഫ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഹോസേലു, ടോണി ക്രൂസ്, അതുപോലെ തന്നെ നാച്ചോ ഫെർണാണ്ടസ്. ഇതിൽ ടോണി ക്രൂസ് റിട്ടയർ ആകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ജോയിൻ ആക്കിയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത് എൻട്രിക്കാണ്. എൻട്രിക്കിന് ഏകദേശം 2022 തന്നെ റയൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 18 വയസ്സാകുമ്പോളെ യൂറോപ്പിക്ക് വരാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ റയൽ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് എംബാപ്പയാണ്. ഇനിയിപ്പോൾ റയൽ സൈൻ ചെയ്യുന്ന റൂമർ ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അൽഫോൺസോ ഡേവിസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ 2 പ്ലേയേഴ്സ് ജോയിൻ ആയിട്ടുണ്ട് നിലവിൽ. അപ്പം ഇത് കൊടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൊസേലു, ടോണി ക്രൂസ്, നാച്ചോ ഫെർണാണ്ടസ്. ഹൊസേലു നമുക്കറിയാം ഒരു അറ്റാക്കിങ്ങിലേക്ക് ഹൊസേലു പോയിട്ടുണ്ട്. പിന്നെ അവിടെ എംബാപ്പയും എൻട്രിക്കും വന്നുകൊണ്ട് തന്നെ വലിയൊരു അറ്റാക്കിംഗ് വൈസ് നോക്കുമ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും ഹൊസേലു ഒരു ലോൺ പ്ലെയർ ആയിരുന്നു. പക്ഷെ നാച്ചോ ഫെർണാണ്ടസ് പോയത് ഈ ഒരു ടീമിനെ ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമ്മറിൽ എന്തായാലും റയൽ വേറൊരു ഡിഫൻഡർ സൈൻ ചെയ്യണം. കാരണം ഇത്രയും വർക്ക് വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കളി കളിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തായാലും ഇഞ്ചുറീസ് വരാൻ ചാൻസസ് കൂടുതലാണ്.
അപ്പോൾ പിന്നെ പോരാത്തതിന് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഈ ഒരു വെക്കേഷൻ ടൈമിലാണ് ഈ ഒരു പ്ലേയേഴ്സിനൊക്കെ വെക്കേഷൻ ഫ്രീ ടൈം കിട്ടേണ്ട ആ ഒരു ടൈമിലാണ് യൂറോ കപ്പ് നടന്നിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെയും പ്ലേയേഴ്സിന് റെസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സീസണിൽ ഇഞ്ചുറീസ് എന്തായാലും കഴിഞ്ഞ സീസൺ തന്നെ കുറേ ഇഞ്ചുറീസ്, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി കിട്ടിയ ഒരു ടീം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് ആവും. പക്ഷേ ആ റയൽ മാഡ്രിഡ് ആ ഇഞ്ചുറീസിനെയൊക്കെ തരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി വരുമ്പോൾ കാര്യങ്ങൾ സിമ്പിൾ ആവില്ല. കാരണം റയലിന് ഇപ്പോഴത്തെ സെൻട്രൽ ബാക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് അന്റോണിയോ റൂഡിഗറും ഡേവിഡ് അലവിയും അതുപോലെ തന്നെ എഡർ മിലിറ്റാവും ഉള്ളത്. ഇതിൽ ഡേവിഡ് അലബൊക്കെ പരിക്കാണ്, അടുത്ത കൊല്ലം ഇനി മൂപ്പർക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആകെ 2 പേരുള്ളത് ഈ ഒരു എഡർ മിലിറ്റാവും റൂഡിഗറും ആണ്. അപ്പം ഇവർക്ക് ആർക്കെങ്കിലും ഒന്ന് പരിക്ക് പറ്റിയാൽ ഒന്നല്ലെങ്കിൽ ചുവമനി ഇറക്കി കളിക്കേണ്ടി വരും. പക്ഷേ ചുവമനിക്ക് അത്ര കളിക്കാൻ താല്പര്യമില്ലാത്തൊരു പൊസിഷനാണ് സെൻട്രൽ ബാക്ക് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് ഒരു ന്യൂ സെൻട്രൽ ബാക്കിനെ ഈ ഒരു സമ്മറിൽ റയൽ മാഡ്രിഡിന് സൈൻ ചെയ്യൽ നിർബന്ധമാണ്. അതായത് അടുത്ത ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൊന്നും സൈൻ ചെയ്താൽ പോലെ, സൈൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ചെയ്യണം. പക്ഷേ റയൽ മാഡ്രിഡിന് അങ്ങനെ ഒരു സെൻട്രൽ ബാക്ക് റൂമറായിട്ട് ഇപ്പോൾ വരുന്നില്ല. അത് റയൽ മാഡ്രിഡ് കുറേ മുന്നേ തന്നെ ടാർഗറ്റ് ചെയ്ത് വെച്ച് യങ് ഡിഫൻഡർ ഉണ്ട്, അതായത് ലെനി യോറോ. നമ്മൾ കഴിഞ്ഞ ജനുവരിയിൽ വീഡിയോ ചെയ്തതാണ്. പക്ഷേ ആ ഒരു പ്ലെയർ ഇപ്പം നമുക്കറിയാം യുണൈറ്റഡ് ഏകദേശമൊക്കെ ഹെർവിഗോ മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പ്ലെയറിൻ്റെ. അതുകൊണ്ട് തന്നെ അതിലിനി വലിയ കാര്യമില്ല. ഇനിയിപ്പോൾ ഒരു പുതിയ സെൻട്രൽ ബാക്കിനെ കണ്ടെത്തണം. അത് ഒരു യങ് സെൻട്രൽ ബാക്കിനെ ആയിരിക്കും റയൽ നോക്കുക. അതായത് ഒരു യങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ നല്ലോണം കത്തി നിൽക്കുന്ന ഒരു സെൻട്രൽ ബാക്കിനെ ആകും റയൽ സൈൻ ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നല്ലൊരു യങ്സ്റ്ററിലേക്ക് ഒരു റയൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ റയൽ സെൻട്രൽ ബാക്കിനെ സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും സൂട്ടാണ് ആ ഒരു പ്ലെയറിൻ്റെ പേരൊന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ റയലിൻ്റെ ഒരു പൊസിഷൻ നോക്കുമ്പോൾ ഗോൾ കീപ്പറാണ്. 2 ഗോൾ കീപ്പർ ഇപ്പോൾ റയലിൻ്റെ മുന്നിലുണ്ട്. അതിൽ ലുനിനും ഇൻഫോമിലാണ്, അതുപോലെ തന്നെ കോട്ടോയ്സും ഇൻഫോമിലാണ്. പക്ഷേ ലുനിന് എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിന് മുന്നേ ടീം ഇടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും കോട്ടോയ്സ് നല്ലൊരു ഫോമിൽ തന്നെയാണ്. ആ ഒരു ഫൈനലിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ റയലിനെ സംബന്ധിച്ചിടത്തോളം എംബാപ്പനെയൊക്കെ സൈൻ ചെയ്തിട്ട് ഫസ്റ്റ് സീസണാണ് റയലിൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ എംബാപ്പൻ്റെ ഫസ്റ്റ് കളി എന്നായിരിക്കും എന്നുള്ളതാവും പല ആൾക്കാരുടെയും ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ആഗസ്റ്റ് ആദ്യവാരം തന്നെ കുറച്ച് ക്ലബ് ഫ്രണ്ട്ലീസ് റയൽ മാഡ്രിഡ് കളിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ക്ലബ് ഫ്രണ്ട്ലീസിലൊന്നും ഈ ഒരു എംബാപ്പെ കളിക്കൂല എന്നുള്ളതാണ്. എൽ ക്ലാസിക്കോ അടക്കം ഉണ്ടായില്ല. പക്ഷേ ഈ ഒരു അറ്റ്ലാന്റക്കെതിരെയുള്ള സൂപ്പർ കപ്പ് ഫൈനലിലാവും ഈ ഒരു എംബാപ്പൻ്റെ റയലിലത്തെ അരങ്ങേറ്റ മത്സരം. അതായത് ഒരു ഫൈനലിൽ കപ്പ് അടിച്ചുകൊണ്ട് റയലിൽ കരിയർ തുടങ്ങാനുള്ള ഒരു അവസരമാണ് ഈ ഒരു എംബാപ്പയ്ക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എംബാപ്പെ വിനീഷ്യസ് ബെല്ലിങ്ങാം സഖ്യം എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക.